ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം വർഷ അച്ചമ്മയെ വിളിച്ച് അറിയിക്കുകയാണ്. അച്ചമ്മയുടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അച്ചമ്മേ? അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ പറ്റിയത്? അത് അച്ചമ്മേ, ഇവിടെ ആകെ പ്രശ്നമാണ്. നമ്മുടെ രേവതി ചേച്ചിയുടെ സഹോദരനെ അമ്മയുടെ പണം മോഷ്ടിച്ചതിനെ തുടർന്ന് അമ്മ കേസ് കൊടുത്തു അച്ചമ്മേ. പാവം രേവതി ചേച്ചിയുടെ അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ട് അമ്മയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു, അങ്ങനെ കേസ് കൊടുക്കരുത്, വെറുതെ വിടണമെന്ന്. പക്ഷെ അമ്മ കേട്ടില്ല. കേസിൽ നിന്നും പിന്മാറണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. വക്കീൽ പറഞ്ഞത് ആവശ്യപ്പെട്ട് 3 ലക്ഷം രൂപയും പിന്നെ 2 ലക്ഷവും കൂടെ 5 ലക്ഷം രൂപ പാവം സച്ചിയേട്ടനും രേവതി ചേച്ചിയും കൂടെ എവിടെ നിന്നൊക്കെയോ അന്വേഷിച്ചിട്ടാണ് പൈസ കൊടുത്തത്. അവസാനം ആ പൈസ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ചേച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞു അച്ചമ്മയമ്മ. നീ കള്ളിയാണ്, നീ എൻ്റെ പണം മോഷ്ടിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോണം എന്നൊക്കെ പറഞ്ഞ് രേവതി ചേച്ചിയെ ഒരുപാട് മനസ്സ് വേദനിപ്പിച്ചു. അതിനുശേഷം അമ്മയ്ക്ക് ആ പൈസ തിരിച്ചു കിട്ടി. എന്നിട്ട് അമ്മ ഇനി അവർ താമസിക്കുന്ന വീട്ടിൽ താമസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കലാവതി അച്ചമ്മ പറയുന്നുണ്ട്, അവൾ പോണെങ്കിൽ പോട്ടെ മോളെ, അവളുടെ അഹങ്കാരം തീരുമ്പോൾ അവൾ തിരിച്ചു വരും. തിരിച്ചു വന്നു അച്ചമ്മേ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് എൻ്റെ വീടാണ്, ഞാൻ പറയുന്നവർ മാത്രം ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു അച്ചമ്മേ. അച്ചമ്മ ഇങ്ങോട്ട് വന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആറി തണുക്കുമായിരുന്നു. ഇങ്ങോട്ടൊന്ന് വരുമോ അച്ചമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ വരാം മോളെ, പക്ഷേ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. വയലിൽ വിളവെടുപ്പൊക്കെ നടക്കുന്ന സമയമാണ്. ഞാനിവിടെ ഇല്ലെങ്കിൽ അവന്മാരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂടി വെച്ചിട്ട് അങ്ങ് പോവും. എന്തായാലും ഇതറിഞ്ഞ സ്ഥിതിക്ക് എനിക്കങ്ങോട്ട് വരാതിരിക്കാനും കഴിയില്ലല്ലോ. പാവം രേവതി മോൾ എന്ത് ചെയ്യുന്നു മോളെ? അത് രേവതി ചേച്ചിക്ക് വലിയ വിഷമമാണ് അച്ചമ്മേ. എപ്പോഴും സങ്കടം മാത്രം. അമ്മ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പോലും സഹിക്കില്ല അച്ചമ്മേ. ശരി മോളെ, ഞാൻ വയ്ക്കുന്നു. ഞാൻ എന്തായാലും നാളെ രാവിലെ അവിടെ എത്തിയേക്കാം, എത്ര പണിയുണ്ടെങ്കിലും. അങ്ങനെ പിറ്റേന്ന് രാവിലെ കലാവതി അവിടെ നിന്ന് തിരിക്കുന്നുണ്ട്. ഇതൊന്നും വീട്ടിലുള്ള ബാക്കിയുള്ളവരൊന്നും അറിയുന്നില്ല. അച്ചമ്മ വർഷയോട് പ്രത്യേകം പറയുന്നുമുണ്ട്, വീട്ടിലുള്ളവരാരും അറിയരുത് ഞാൻ വരുന്നു എന്നുള്ള ഒരു കാര്യം. അങ്ങനെ അതിനെ തുടർന്ന് വർഷ ആരോടും ഈ കാര്യങ്ങൾ പറയുന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രേവതി ചന്ദ്രമതിയോട് സംസാരിക്കുന്നുണ്ട്. അമ്മേ, എന്താ അമ്മ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അമ്മ ഞങ്ങൾ എവിടെ നിന്ന് ആ പൈസയൊക്കെ കണ്ടുപിടിച്ചെടുത്തതെന്ന് അമ്മയ്ക്കറിയില്ലേ? അമ്മ ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് ആ പൈസ ഞങ്ങളങ്ങ് തരുമായിരുന്നല്ലോ. അപ്പോൾ ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ അനിയൻ ചെയ്തതും പോരാ, എന്നിട്ടിപ്പോൾ ഞാൻ ചെയ്തതാണോടി നിനക്ക് തെറ്റ്? അവൻ എൻ്റെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി. അവൻ എന്നിട്ട് നല്ല പുള്ളിയെ പോലെ നടന്നു അല്ലേ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ, അവൻ ഒരിക്കലും അമ്മയുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചതല്ല. അന്നവൻ ബുള്ളറ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ അമ്മ എപ്പോൾ കണ്ടായിരുന്നാലും എപ്പോഴും ദേഷ്യപ്പെടുന്നതും പരിഹാസിക്കുന്നതും കൊണ്ടാണ് അവന് അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടി വന്നത്. അതും അവൻ്റെ സ്വന്തം താല്പര്യം കൊണ്ടല്ല. അവൻ്റെ കൂട്ടുകെട്ടുകൾ അത്ര ശരിയല്ലായിരുന്നു. അവരുടെ നിർബന്ധപ്രകാരം മാത്രമാണ് അവൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്തായിരുന്നാലും അവരുടെ കൂട്ടുകെട്ടായിരുന്നാലും അവൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തില്ലേ? അവൻ എത്ര നാണമുണ്ട്, എന്നിട്ട് ഞാൻ അവനെ ഇപ്പോൾ കണ്ടുപിടിച്ചതാണോ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്റെ അനിയൻ ഒരു ഇള്ള കുഞ്ഞ്, അവൻ കാണിക്കുന്ന ദ്രോഹമാണെങ്കിലോ, എന്നിട്ട് നീ കൂടുതലൊന്നും അവനെ പറ്റി പുകഴ്ത്തി പറയേണ്ട രേവതി എന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി. എന്നിട്ട് പറയുന്നുണ്ട്, നീ എല്ലാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം, ഇത് എൻ്റെ വീടാണ്, എൻ്റെ അച്ഛൻ എനിക്ക് വെച്ചിരുന്ന വീടാണ്, എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ളവർ മാത്രം താമസിച്ചാൽ മതി എന്നിങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ കലാവതി ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അവസാനം ഇങ്ങനെ ഇറങ്ങിപ്പോണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛമ്മ അങ്ങനെ പുറത്തു നിന്നിട്ട് ചന്ദ്രയെന്ന് ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ചന്ദ്രമതിയും രേവതിയും ഇങ്ങനെ വല്ലാതെ ഒരു ഞെട്ടലോടുകൂടിയാണ് അങ്ങോട്ടേക്ക് നോക്കുന്നത്. ചന്ദ്രമതിക്കാണെങ്കിൽ അച്ഛമ്മയെ കണ്ടപ്പോൾ മുഖമൊക്കെ അങ്ങ് വല്ലാതെ വിളറി വിയർത്തു പോയി. രേവതിക്കുട്ടിക്കാണെങ്കിലും കലാവതിയെ കാണുമ്പോൾ മുഖത്തൊക്കെ ചെറിയൊരു സന്തോഷം വരുന്നുണ്ട്. അച്ഛമ്മയെന്ന് വിളിച്ചിട്ട് രേവതി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അങ്ങ് മാറ്റിയതിന് ശേഷം ചന്ദ്രമതിയോട് അച്ചമ്മ വല്ലാതെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നീ എന്താ ചന്ത ഇവിടെ കിടന്ന് കാണിക്കുന്ന പേക്കൂത്ത്? നീ ആരെന്നാ നിൻ്റെ വിചാരം? ഈ വീട് നിൻ്റേതാണെന്നോ? അതെങ്ങനെ നിൻ്റേതാകും? എൻ്റെ മകൻ്റെ വിയർപ്പിൻ്റെ ബലം കൂടിയാണ് ഈ വീട്, അല്ലാതെ നിൻ്റെ അച്ഛൻ നിനക്ക് സ്ഥലം മാത്രമേ തന്നിട്ടുള്ളൂ, വീട് തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്കത് പറയേണ്ട ഒരു യോഗ്യതയും ഇല്ല ചന്ദ്രേ. അല്ല അമ്മേ, അല്ല, ഞാനൊരു ദേഷ്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എന്ത് ദേഷ്യം? നിനക്ക് മാത്രമേ ദേഷ്യം വരുള്ളൂ. നീ എന്തിനാണ് രേവതി മോളോട് 24 മണിക്കൂറും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്ക് ബാക്കി 2 മരുമക്കളില്ലേ? നീ അവരെ എന്തെങ്കിലും ഒന്ന് ശകാരിക്കുന്നുണ്ടോ? നീ എപ്പോഴും എന്തിനാ അവളുടെ പുറകെ നടന്ന് ഓരോന്ന് കുത്തി ചെയ്യുന്നത്? പോട്ടെ, അവളുടെ സഹോദരൻ തെറ്റ് ചെയ്തു, അത് ഞാൻ സമ്മതിക്കുന്നു. അത് അവൻ്റെ ബുള്ളറ്റ് മോഷ്ടിച്ചു, അത് സച്ചിയുടെ ബുള്ളറ്റ് അവൻ മോഷ്ടിച്ചെന്ന് നീ പല പ്രാവശ്യം അവനോട് പറഞ്ഞതുകൊണ്ടല്ലേ? അവൻ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതല്ലേ? അവൻ നിന്നോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതല്ലേ? അപ്പോൾ നിനക്ക് ക്ഷമിച്ചുകൂടായിരുന്നോ ചന്ദ്രേ?
അല്ലമ്മേ, അവൻ എൻ്റെ പൈസ മോഷ്ടിച്ചു, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നതാ. ശരി, അവൻ നിൻ്റെ പൈസ മോഷ്ടിച്ചു, അപ്പോൾ ഞാനും രവിയും കൂടെ രേവതി മോക്ക് ഉണ്ടാക്കി കൊടുത്ത സ്വർണ്ണമൊക്കെ അതാരാ മോഷ്ടിച്ചത്? നീയും നിൻ്റെ മകൻ സുധിയും കൂടെ അല്ലേ അത് മോഷ്ടിച്ചത്? എൻ്റെ പാവ മകൻ, അവൻ ഇത്രയും കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ പെൻഷൻ കിട്ടിയ പൈസ 50 ലക്ഷം രൂപ, അത് നിൻ്റെ മകൻ മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ? അപ്പോൾ അവനെതിരെ നീ എന്താ കേസ് കൊടുക്കാത്തത്? നിനക്കെതിരെ രേവതി മോള് കേസ് തന്നിരുന്നെങ്കിലോ ഇപ്പോൾ നീ ജയിലിൽ കിടന്ന് അഴി എണ്ണില്ലായിരുന്നു. അതും അവരുടെ പണം മോഷ്ടിച്ചിട്ട് നീയും നിന്റെ മകനും നല്ലവൻ അല്ലേ? അപ്പോൾ നിനക്ക് നാണമില്ലേ ചന്ദ്ര ഈ കാര്യങ്ങളൊക്കെ പറയാൻ എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് വലിയ ഉത്തരവൊന്നുമില്ലാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ വരൂ അച്ഛമ്മേ, ഇങ്ങനെ നിൽക്കാതെ കയറി വാ അച്ഛമ്മേ എന്ന് പറഞ്ഞ് രേവതി അച്ഛമ്മയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ചന്ദ്രമതിക്കാണെങ്കിലും കലാവധി വന്നത് തീരെ തന്നെ പിടിച്ചിട്ടില്ല. റൂമിലേക്ക് കയറി പോകാനുള്ള സമയത്താണ് രവീന്ദ്രൻ കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. രവീന്ദ്രൻ അച്ഛമ്മയെ കാണുമ്പോൾ, അയ്യോ അമ്മേ, ഇതെന്താ അത്ഭുതം, അമ്മ ഇതെന്താ ഇവിടെ എന്നിങ്ങനെ ആകാംക്ഷയോട് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എന്താടാ എനിക്കിവിടെ വന്നൂടെ? അയ്യോ എൻ്റെ പൊന്നമ്മേ, അങ്ങനെ അമ്മയ്ക്ക് വന്നൂടാന്ന് പറഞ്ഞതാണോ ഞാൻ? അമ്മ ഇങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ആ ചന്ദ്രമതി അങ്ങനെയാ, പെട്ടെന്ന് കയറി വരും എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മക്കുട്ടി ഇന്ന് വലിയ ദേഷ്യത്തിലാണല്ലോ, എന്ത് പറ്റാനാ? നീ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നോ രവി? ചന്ദ്ര ഈ വീട്ടിൽ കിടന്ന് എന്തൊക്കെ അട്ടഹാസങ്ങളാ കാണിക്കുന്നത്? പാവ രേവതി മോളെ, അവൾ എന്തൊക്കെയാ പറയുന്നത്? എല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോന്നോ? എല്ലാവരും ആരാ? രേവതി മോളും സച്ചിയുമാണോ? അവരെയാണോ അവൾ അങ്ങനെ ഉദ്ദേശിച്ചത്? 5 ലക്ഷം രൂപ ആ പാവം പിടിച്ച പെണ്ണ് എവിടെയൊക്കെ ചെന്നിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് നിനക്കറിയാമോടി ചന്ദ്രേ എന്നിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ അത് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കലാവധി പറയുകയാണ്, മോളെ ഇനി നീ ഒരിക്കലും ആ പൈസ നീ അവൾക്ക് കൊടുക്കരുത്. എനിക്കറിയാം നീ ഓരോരുത്തർ ചെന്ന് പൂ കെട്ടിയും പൂ വിറ്റും പാതിരാത്രി വരെ ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ എവിടെ നിന്നൊക്കെ കടമേടിച്ചിട്ടാടി നീ ഈ പൈസ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇവക്ക് ഒരിക്കലും, ഈ പിശാചിന് ഒരിക്കലും നീ ആ പൈസ കൊടുക്കരുത്. എന്നിട്ട് നീ ആ പൈസ മോഷ്ടിച്ചെന്നും കൂടെ ഇവള് പറഞ്ഞില്ലേ? എന്തർത്ഥത്തിലാടി നീ അവൾ ആ പൈസ മോഷ്ടിച്ചെന്ന് പറഞ്ഞത്? അല്ലമ്മേ, അതന്ന് രേവതി മാത്രമേ ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അതും അവളവിടെ വന്നെന്ന് കരുതിയിട്ട് നീ അവളെ മോഷ്ടിച്ചെന്നാക്കിയോ? അവളെ കള്ളിയാക്കിയില്ലേടി നീ? എൻ്റെ 5 ലക്ഷം രൂപയുടെ സ്വർണവും 50 ലക്ഷം രൂപ എൻ്റെ മകൻ്റെ പൈസയും നീ മോഷ്ടിച്ചതിന് നിന്നെ കേസ് കൊടുത്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജയിലിനകത്തായിരുന്നേനെ. അന്നത് ചെയ്യാത്തത് രേവതി മോളുടെ നല്ല സ്വഭാവം കൊണ്ടാണ്. എന്നിട്ട് നീ അത് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നിനക്ക് മരുമക്കളെ കണ്ടുകൂടാന്നുണ്ടെങ്കിൽ നിനക്ക് 3 പേരെ ഒരുമിച്ച് കണ്ടുകൂടാതിരിക്കണം, എങ്കിലും ഞാൻ സമ്മതിച്ചു. ഇതിപ്പോൾ നിനക്ക് അല്ലെങ്കിലും പാല് കൊടുത്ത് വളർത്തിയ ആ മകനെ നിനക്ക് ഇഷ്ടമല്ല, പിന്നെയാണ് ആ മരുമകൾ എന്നിങ്ങനെ വല്ലാത്ത ദേഷ്യത്തോടു കൂടിയാണ് അച്ചമ്മ സംസാരിക്കുന്നത്. അത് രവീന്ദ്രനോടും അച്ചമ്മ ദേഷ്യത്തോട് പറയുന്നുണ്ട്, എന്തിനാ രവി ഇവളുടെ വാക്ക് ഇത് കേട്ടിട്ട് നീ ഈ വീട്ടിൽ താമസിക്കുന്നത്? അവൾ പറയുന്നത് കേട്ടില്ലേ? അവളുടെ അച്ഛൻ്റെ വീടാണത്രേ. നീ പാടുപെട്ടുണ്ടാക്കിയതൊന്നും ഒപ്പം ഇല്ലേ കണക്കിൽ? നീ അവളെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എൻ്റെ കൂടെ. ഞാനവിടെ എനിക്കൊരു ഒറ്റ മോൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഈ സമ്പാദിച്ച് കൂട്ടിയതെല്ലാം ആർക്കാ? നിനക്ക് വേണ്ടി തന്നെയാ. അവിടെ കിടക്കുന്ന സ്വത്തിൻ്റെ എല്ലാത്തിൻ്റെ അവകാശി ആരാടാ? നീ തന്നെയല്ലേ. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇവളുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കാൻ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ അതിനി അവൾ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതല്ലേ. ഓഹോ, ഇപ്പോൾ ഇത്രയും കാലം സഹിച്ചു, ഇനി ഈ വയസ്സാം കാലത്താണോ അവളുമായിട്ട് പിണങ്ങിയിട്ട് ഞാൻ ഇനി ഇറങ്ങി വരുന്നത്? അമ്മ ഒന്നും മിണ്ടാതിരുന്നേ എന്ന്. എന്നിട്ട് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കരയുന്നത്? കുറച്ചൊക്കെ ചുണ വേണ്ടേ പെണ്ണുങ്ങളായിരുന്നാൽ? അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് നിനക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് തിരിച്ച് പറഞ്ഞുകൂടായിരുന്നോ സമയത്തിന്? അതൊക്കെ പോട്ടെ, നീ ഇന്നെന്താ പൂ കൊണ്ട് കൊടുക്കാൻ പോയില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ രേവതി ചന്ദ്രയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ചന്ദ്ര ഒന്ന് കുനിഞ്ഞിരിക്കുകയാണ്, ഒന്നും അറിയാത്തതുപോലെ. എന്താ ചോദിച്ചത് കേട്ടില്ലേ രേവതി? അതമ്മേ ജോലി ഉണ്ടായിരുന്നു. എന്ത് ജോലി? അടുക്കള ജോലി ഇതുവരെ ആയിട്ടും തീർന്നില്ലേ? അല്ല അമ്മേ, ഷെൽഫിരിക്കുന്ന കുറച്ച് ടിന്നുകളും പിന്നെ വിളക്കും പഴയ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോൾ കലാവതിക്ക് ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. രേവതി പൂ കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഈ കാണിക്കുന്നത്? അവൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബം നോക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അവൾ രാവിലെ മുതൽ പാതിരാത്രി വരെ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, ഇത് അതിനൊരു വിലയില്ലേ ഇവിടെ?
മോളെ നീ ആ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അതെല്ലാം ചന്ദ്ര ചെയ്തോളും. നീ കുറച്ച് തുണിയും വെള്ളവും ഇങ്ങ് എടുത്തോണ്ട് വന്നേ, എന്നിട്ട് നീ നിൻ്റെ ജോലിക്ക് പോയിക്കേ, ഞാനിവിടെ ഇല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ ഞാനോ? എന്താടി നിനക്ക്? നീ തിന്ന് ഇവിടെ മുതുക്കിയായിട്ട് ഇരിക്കുകയില്ലേ, എന്നിട്ട് നിനക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നോ? ഇവിടെ തിന്നു കൂട്ടുന്നതിനെല്ലാം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടേ ചന്ദ്രേ എന്ന് പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ തന്നെ രേവതിയുടെ കയ്യിൽ നിന്നും വെള്ളവും തുണിയൊക്കെ വാങ്ങിച്ച് ആ പാത്രങ്ങളും വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ പിന്നെ രേവതി പറയുന്നുണ്ട്, അത് അച്ഛമ്മേ ഞാൻ പോയിട്ട് വന്നിട്ട് റെഡിയാക്കിക്കോളാം. നീ ഇനി പോയിട്ട് വന്നിട്ട് റെഡിയാക്കാനോ? ഇനി പൂ കൊണ്ടുപോകണം, അത് കൊണ്ടുപോയിട്ട് വൈകുന്നേരമാവും നീ വരുമ്പോൾ, അതിന് ശേഷമാണോ നീ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്? നീ രാവിലെ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ളതും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതേ വെച്ചിട്ടുണ്ട് അച്ഛമ്മേ. പിന്നെന്താ, ഇനി നീ വന്നിട്ട് വേണോ കിടന്ന് കഷ്ടപ്പെടാൻ? ഇവിടെ ബാക്കി 2 മരുമക്കളില്ലേ, അവരാരെങ്കിലും ചെയ്തോളും. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ വർഷമൊക്കെ കുറച്ചൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ രേവതിയെ, കൂടെ നിന്ന് പാത്രം കഴുകാനും എന്തെങ്കിലുമൊക്കെ അരിഞ്ഞൊക്കെ കൊടുക്കാനൊക്കെ അവൾ സഹായിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിയാണെങ്കിലോ അവളൊന്നും ചെയ്യുന്നില്ല. എനിക്കറിയാം അവൾ ഭയങ്കര കള്ളിയാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഇന്നിങ്ങ് വരട്ടെ, ഞാൻ ചെയ്യിപ്പിച്ചോളാം. എനിക്കിന്ന് സദ്യ കഴിക്കാനാണ് ഒരു മോഹം. പായസവും കൂട്ടി എനിക്ക് സദ്യ കഴിക്കണം. അത് ചന്ദ്ര തന്നെ വച്ചുണ്ടാക്കട്ടെ. അമ്മേ, എന്താ അമ്മേ പറയുന്നത്? ഞാൻ ചോറും കറിയും വെക്കാനോ? അതോ ഇത്രയും സദ്യയോ? അത് രാത്രിയിലോ അമ്മേ? എനിക്ക് രാത്രി സദ്യ തന്നെ വേണം. എന്താ നിനക്ക് വെച്ചുണ്ടാക്കി തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ വച്ചു തരാം അമ്മേ, ഞാൻ വച്ചു തരാം എന്ന്. അങ്ങനെ വല്ലാത്ത ദേഷ്യത്തോടു കൂടി ചന്ദ്ര അടുക്കളയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്താണ് വർഷ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് വരുന്നത്. വർഷ അച്ചമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്ന് രേവതിയുടെ റൂമിലേക്ക് പോയി അച്ചമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ചമ്മേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അച്ചമ്മയ്ക്കിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അതേ മോളെ, എനിക്ക് മനസ്സിലായി. പാവം രേവതി ചേച്ചി. ആൻറ്റി ഓരോ ദിവസവും രേവതി ചേച്ചിയെ എന്തെല്ലാം കുറ്റം പറയും, അതെല്ലാം കേട്ട് രേവതി ചേച്ചി ഇവിടെ കിടന്ന് കരച്ചില്ല അച്ചമ്മേ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. നിനക്ക് ആ സമയത്ത് തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അവൾ വാ അടച്ചു മിണ്ടാതിരിക്കുമല്ലോ. അവളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. ദേഷ്യം വരുമ്പോൾ അവൾ എന്തെല്ലാം വിളിച്ച് പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട മോളെ. പക്ഷേ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ അച്ചമ്മയെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? അച്ചമ്മേ, അതൊന്നും സാരമില്ല അച്ചമ്മേ, അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. അപ്പോൾ പക്ഷേ നീയാണല്ലേ ഈ കാര്യങ്ങളെല്ലാം അച്ചമ്മയെ വിളിച്ചറിയിച്ചത്? അതേ രേവതി ചേച്ചി, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അച്ചമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതിനുശേഷം വർഷ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രമതിയാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ എന്നെ ഒന്ന് സഹായിക്കുമോ മോളെ? ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കാൻ ഇന്ന് രാത്രി അമ്മയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അയ്യോ അമ്മേ, എനിക്ക് ഭയങ്കര ടയേർഡാണ്. ഞാൻ അവിടെ ഡബ്ബിങ്ങൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് നിൽക്കാൻ വയ്യ. ഞാൻ ഒന്ന് കിടക്കട്ടെ അമ്മേ, അമ്മ തന്നെ വശം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ബായ് എന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് പോവുകയാണ് റൂമിലേക്ക്. ആ സമയത്താണ് ശ്രുതിയും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ശ്രുതി നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രമതി അവിടെ ജോലി ചെയ്യുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, അമ്മയാണോ ഇന്ന് ജോലി ചെയ്യുന്നത്? എന്ത് പറ്റി അമ്മേ? രേവതി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ അച്ചമ്മ വന്നിട്ടുണ്ട്. അവരെ എന്നെ ഇങ്ങനെ അടുക്കളയിൽ കയറ്റിയത്. അച്ചമ്മ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ശ്രുതിയുടെ ആകെ അങ്ങ് മനസമാധാനം നഷ്ടപ്പെട്ടതുപോലെയാണ്. അയ്യോ അച്ചമ്മ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഓടി വന്ന് പറയുന്നുണ്ട്, മോളെ അമ്മയെ ഒന്ന് സഹായിക്കും മോളെ, അച്ചമ്മയ്ക്ക് ഇന്ന് സദ്യ കഴിക്കണോ അത്രേ, അതും പായസം കൂട്ടിയിട്ട്. ഞാൻ എങ്ങനെയാണ് മോളെ ഇത്രയും കറികൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്? മോളൊന്ന് സഹായിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ, എനിക്ക് സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. രാത്രിയാണെങ്കിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനാ മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം 1-2 സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ അമ്മയെ സഹായിക്കുമായിരുന്നു. എനിക്ക് പോകണോ അമ്മേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ശ്രുതിയും വീട്ടിലേക്ക് കയറി വരുന്നത്. ശ്രുതിയുടെ കൈകളെ വലിച്ചു പിടിച്ചുകൊണ്ട് ശ്രുതി പുറത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ശ്രുതി അച്ചമ്മ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ആകെ പ്രശ്നമാവും. ഞാൻ തന്നെ ഇനി ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് സിനിമയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും അവരങ്ങ് കിടന്നുറങ്ങും. എനിക്ക് വയ്യ ശ്രുതി അവരെ കാണാനായിട്ട്. അവരെങ്കിൽ നാളെ തൊട്ട് എന്നെ കൊണ്ട് തന്നെ പണി ചെയ്യിപ്പിക്കും.
എന്ന് ശ്രുതിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതിയും ശ്രുതി എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തു പോവുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തോടെ സ്വയം പെറുപിറുക്കുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ ചിരിച്ചു കൊണ്ടുവന്ന് പറയുന്നുണ്ട്, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ചന്ദ്രേ? നിന്റെ കയ്യിലിരിപ്പിന് നിനക്ക് കിട്ടിയതല്ലേ ഇതെല്ലാം, അതുകൊണ്ടല്ലേ അമ്മ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ഇനി നീ അനുഭവിക്ക്. മര്യാദയ്ക്ക് ആ പാവം പിടിച്ച രേവതി എന്തെല്ലാം ജോലികളാണ് ഈ വീട്ടിൽ ചെയ്തിരുന്നത്. രാവിലെ എണീക്കുന്നു, എന്നിട്ട് എല്ലാവരെയും ഒരു കാര്യങ്ങൾ ഒരുപോലെ അവൾ ശ്രദ്ധിക്കുന്നു. നിനക്ക് വേണ്ടത് വെച്ചിരുന്നു, എനിക്ക് വേണ്ടത് ഓരോന്ന് വെച്ചിരുന്നു, എനിക്ക് മരുന്ന് തരുന്നു. അവൾ എന്തെല്ലാം കാര്യങ്ങളാടി ചെയ്യുന്നത്. എന്നിട്ട് പൂ കെട്ടി കൊടുക്കാൻ പോകുന്നു, തിരിച്ചു വന്നിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള മരുമക്കളെ നിനക്ക് കാണാൻ കിട്ടുമോ ചന്ദ്രേ? എന്നിട്ട് നീ അവളെ വെറുതെ എന്തിനാ ദ്രോഹിക്കുന്നത്? അതിന് നിനക്ക് അമ്മ തന്ന പണിയാ, നീ അനുഭവിച്ചോ ഇതെല്ലാം. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളുടെ അമ്മ അവരിവിടുന്ന് പൊയ്ക്കോട്ടെ, ഞാൻ അതിനുശേഷം കാണിച്ചു തരാം എന്നിങ്ങനെ ചന്ദ്ര ദേഷ്യത്തോടു കൂടി രവീന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, നിന്റെ ചെവിയിൽ ഓതിയിട്ട് ഒരു കാര്യവും. ഉണ്ടായിക്കോ, അമ്മ ഇപ്പോൾ കുളിച്ചിട്ട് വരും, ഇവിടെ റെഡിയായില്ലെങ്കിൽ അമ്മയുടെ വായിലിരിക്കുന്ന എല്ലാം നിനക്ക് കേൾക്കാം. എന്തെല്ലാം ഐറ്റം ഉണ്ടാക്കണം, ഇന്നെങ്കിലും എൻ്റെ ഭാര്യയുടെ കൈ കൊണ്ട് വെച്ച് വിളമ്പിയത് കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്നിങ്ങനെ തമാശയായിട്ട് പറഞ്ഞിട്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറി പോവുകയാണ്. അച്ഛമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രേവതിയോടും വർഷയോടും സംസാരിക്കുന്നുണ്ട്. വർഷ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുമായിരുന്നോ? വർഷമോള് വിളിച്ച് പറഞ്ഞതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞത്. എനിക്കവിടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട്, എങ്കിലും ഇവിടെ വന്നൊരു 2 ദിവസം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ടല്ലേ വന്ന് നിൽക്കാൻ പറ്റിയത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അച്ഛമ്മ ഒരാഴ്ച ഇവിടെ നിൽക്കണം അച്ഛമ്മേ, എന്നാലേ ഇവിടെ അമ്മ ശരിയാകുള്ളൂ. മോളെ, ഒരാഴ്ചയിൽ നിൽക്കാൻ അച്ഛമ്മയെ കൊണ്ട് കഴിയില്ല. വന്ന സ്ഥിതിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. രേവതി മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രേവതി മോളെ ഇങ്ങനെ? അവൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നീ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടേ? അതിപ്പോൾ അമ്മായി അമ്മയാണെന്നൊന്നും നീ നോക്കണ്ട, അവളുടെ സ്വഭാവം അങ്ങനെയല്ലേ. നിന്നോട് അവൾ ഒരു മരുമകളെ പോലെ സ്നേഹമാണോ കാണിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ നിനക്ക് തിരിച്ച് ദേഷ്യപ്പെടാം ആവശ്യമുള്ള കാര്യത്തിന്. അല്ലാതെ അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിനക്കിവിടെ കഴിയാനാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് മോളെ. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, അതെ അച്ഛമ്മേ, ഞാൻ എത്ര പ്രാവശ്യം രേവതി ചേച്ചിയോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ അവരുടെ സ്വഭാവം കണ്ടിട്ട് തലക്കിട്ട് ഒരു കൊട്ടു കൊടുക്കാനാണ് തോന്നിയത്. എന്തൊക്കെ പ്രഹസനമായിരുന്നു ഇവിടെ കിടന്ന് പണം മോഷ്ടിച്ചെന്നും രേവതി ചേച്ചി എന്തെല്ലാം പറഞ്ഞു. ഞാനായിരുന്നെങ്കിൽ നല്ല അടി കൊടുക്കുമായിരുന്നു അച്ഛമ്മയെന്ന്. അപ്പം അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കേട്ടോ വർഷമോള് പറയുന്നത്? അവൾ പറയുന്നതിലും കാര്യമില്ലേ മോളെ? അപ്പം നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? മൂത്ത മരുമകള് ശ്രുതിയാണെങ്കിലും നീയല്ലേ ഇവിടെ ആദ്യമായിട്ട് മരുമകളായി കയറി വന്നത്. നീ വേണം ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ. അതുകൊണ്ട് നീ ഇങ്ങനെ ഒരു പാവം പിടിച്ച പെണ്ണായിട്ട് ഇരുന്നാൽ മതിയോ? കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം മോളെ അവനവൻ്റെ കാര്യം നോക്കാൻ. അയ്യോ എൻ്റെ അച്ഛമ്മേ, ശരി, ഞാൻ എല്ലാം കേട്ടു എന്നിങ്ങനെ രേവതി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വാ അച്ഛമ്മേ, വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയേ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, സച്ചിമോൻ എവിടെ മോളെ? സച്ചിയേട്ടൻ ഓട്ടം പോയി, ഇനി കുറച്ച് കഴിയുമ്പോൾ വരും. സച്ചിയേട്ടൻ അച്ഛമ്മയെ കാണുമ്പോൾ വലിയ സന്തോഷമാവും. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അവനോട് ഞാൻ മിണ്ടില്ല, അവനും ഈ കാര്യങ്ങളൊന്നും എന്നെ വിളിച്ച് അറിയിക്കില്ലല്ലോ, അവനൊന്നും വിളിച്ച് പറയില്ല, ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അച്ഛമ്മ എന്തിനാ വിഷമിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാ സച്ചിയേട്ടൻ അച്ഛമ്മ ഈ കാര്യങ്ങളൊന്നും വിളിച്ച് പറയാത്തത്. അല്ലാതെ അച്ഛമ്മയെടുത്ത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ, അച്ഛമ്മയ്ക്ക് അറിയാലോ സച്ചിയേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛമ്മയോടും അച്ഛനോടും ഒക്കെ ആണെന്ന്. അതുകൊണ്ടാണ് സച്ചിയേട്ടൻ പാവം അച്ഛമ്മയെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നത്. പോട്ടെ, സാരമില്ല. മോളുടെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി കാണുമല്ലേ മോളെ, അവനെ ഇങ്ങനെ ചന്ദ്ര ഒരുപാട് വഴക്ക് പറഞ്ഞതിൽ. പാവം, അവൾ ഒരുപാട് വിഷമിച്ച് കാണും. ഇല്ല അച്ഛമ്മേ, ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ആദ്യമൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല അച്ഛമ്മേ. അച്ഛമ്മ ഇനി ഇരുന്ന് വിഷമിക്കണ്ട. അച്ഛമ്മ വന്നേ, നമുക്ക് പുറത്തു പോയിരുന്ന് എന്തെല്ലാം വിശേഷം പറയാനുണ്ട്, വാ എന്ന് പറഞ്ഞ് അച്ഛമ്മയുടെ കൈ പിടിച്ചിട്ട് രേവതി പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ 2 ദിവസം ഇല്ലേ, ചന്ദ്രക്കിട്ട് നല്ല പണി കൊടുക്കണം. കാരണം ചന്ദ്ര എൻ്റെ മോളെ അങ്ങനെയല്ലേ വിഷമിപ്പിച്ചത്. അതുകൊണ്ട് അച്ഛമ്മയുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ചന്ദ്രയെ കൊണ്ട് ചെയ്യിപ്പിക്കും, നീ നോക്കിക്കോ. ഈ കലാവധി ആരാണെന്ന് ഞാൻ ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കാം. അവൾക്ക് ഇതുവരെ ആയിട്ടും മനസ്സിലായിട്ടില്ല എന്നെ. അവൾക്ക് മാത്രമേ ഉള്ളൂ അമ്മായിയമ്മ എന്നുള്ളൊരു ഭരണം മാത്രം. ഞാനും ഒരു അമ്മായിയമ്മയല്ലേ, വരട്ടെ, എൻ്റെ മരുമകൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ 2 ദിവസം വീട്ടിൽ നിന്ന് ചന്ദ്രമതിക്ക് നന്നായിട്ട് ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്.